RSS പരിപാടിയിൽ പങ്കെടുത്ത VC-മാരോടുള്ള നിലപാടിൽ UDF-ൽ ആശയക്കുഴപ്പം. കപടതയുടെ അക്കാഡമിക് കുപ്പായം അഴിച്ചുവെച്ച് ഗണവേഷം കെട്ടി VC-മാർ RSS ശാഖകളിലേക്ക് പോകണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തുറന്നടിച്ചു. പരിപാടിയിൽ VC-മാർ എത്തിയതിനെ വിമർശിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും രംഗത്തെത്തി. പ്രതിപക്ഷ വിമർശനം ശക്തമാകുമ്പോഴും കൂടുതൽ പ്രതികരണത്തിനില്ലെന്ന നിലപാടിലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. ചോദ്യങ്ങളിൽ നിന്ന് മന്ത്രി KM ഷാജിയും ഒഴിഞ്ഞുമാറി. എന്നാൽ വിവാദം മുൻ സർക്കാരിന് നേരെ തിരിച്ചുവിട്ടായിരുന്നു മന്ത്രി K മുരളീധരന്റെ പ്രതിരോധം. വിവാദം കനക്കുമ്പോഴും മുഖ്യമന്ത്രി VD സതീശൻ VC-മാർക്കെതിരായ വിമർശനം ഫേസ്ബുക്ക് കുറിപ്പിൽ ഒതുക്കിയതിലും വിമർശനമുയരുന്നുണ്ട്. RSS പരിപാടിയിൽ പങ്കെടുത്ത VC-മാരോടുള്ള സമീപനത്തിൽ ഒറ്റ നിലപാടിലെത്താൻ UDF-ന് സാധിച്ചിട്ടില്ലേ? ഫേസ്ബുക്ക് കുറിപ്പിനപ്പുറം വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകുമോ? ആദ്യം കാണാം RDX. RSS പരിപാടിയിൽ VC-മാർ പങ്കെടുത്തതിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇന്ന് ഉന്നയിച്ചത്. RSS സർസംഘചാലം മോഹൻ ഭാഗവത് സംസാരിച്ച ചടങ്ങിൽ പങ്കെടുത്ത VC-മാർ പ്രബുദ്ധ കേരളത്തിന് അപമാനമാണെന്നും നാടിനെ ഒറ്റുകൊടുത്ത് മതനിരപേക്ഷതയെ ബലി കൊടുക്കുന്നവർ ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യരല്ലെന്നുമായിരുന്നു KC വേണുഗോപാലിന്റെ വാക്കുകൾ. ഗവർണറുടെ സംരക്ഷണയിൽ നിന്ന് RSS മേധാവിയുടെ തണലിലേക്ക് ചേക്കേറുകയാണ് നല്ലത്. RSS-ന് കുഴലുന്ന ഒരു സംസ്കാരത്തെ വളർത്താനോ ഈ നാട് അനുവദിക്കില്ലെന്നും KC വേണുഗോപാൽ ഫേസ്ബുക്കിലൂടെ തുറന്നടിച്ചു. VC-മാരുടെ നിലപാട് ശരിയല്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഇന്ന് അഭിപ്രായപ്പെട്ടു. എന്നാൽ വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്ന നിലപാടിലായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. വിവാദമായിട്ടും VC-മാരുടെ നടപടിയിൽ മുസ്ലിം ലീഗും ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അതേസമയം സംഘപരിവാർ അനുകൂലിയെന്ന് CPIM ആരോപിക്കുന്ന B അശോകിനെ ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി സ്ഥാനത്ത് നിയമിച്ചതിലും UDF നേതാക്കൾ മൗനം തുടരുകയാണ്. RDX ന്യൂസ് മലയാളം. VC-മാർ RSS പരിപാടിയിൽ പങ്കെടുത്തത് ശരിയായില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. വിദ്യാഭ്യാസ മേഖല വർഗീയവൽക്കരിക്കാനുള്ള ഒരു നീക്കത്തോടും യോജിപ്പില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒരു വിദ്യാഭ്യാസ പരിപാടിയിലൊന്നും അല്ലല്ലോ അവർ പങ്കെടുത്തത്. RSS-ന്റെ പരിപാടിയിൽ VC-മാർ പങ്കെടുക്കുന്നത് ഗുണകരമായ ഒന്നല്ല. അതിൻ്റെ ആവശ്യമില്ല. അത്തരം പരിപാടികളിൽ നിന്ന് അവർ വിട്ടു നിൽക്കേണ്ടതായിരുന്നു. വൈസ് ചാൻസലർമാരെന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും പ്രാഗൽഭ്യം തികഞ്ഞ ആളുകളാണല്ലോ അവർ. എന്നാണല്ലോ നമ്മുടെ കണക്കുകൂട്ടൽ. അവരത്തരം പരിപാടികളിൽ പോകുന്നത് ഒരിക്കലും ശരിയല്ല. വിദ്യാഭ്യാസ രംഗത്തെ വർഗീയവൽക്കരിക്കാനുള്ള ഒരു നീക്കത്തോടും ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ല. എന്നാൽ വിഷയത്തിൽ പ്രതികരിക്കാൻ മന്ത്രിമാരായ റോജി എം ജോണും KM ഷാജിയും തയ്യാറായില്ല. കൂടുതൽ പ്രതികരണത്തിനില്ലെന്നായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട്. ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറിയ KM ഷാജി മൈക്ക് നീട്ടിയാൽ എപ്പോഴും പ്രതികരിക്കുമെന്ന് വിചാരിക്കരുത് എന്നും പറഞ്ഞു. ഇത് ഇന്നലെ ഞാൻ വളരെ വിശദമായിട്ട് അതിനെ സംബന്ധിച്ച് എറണാകുളത്ത് മാധ്യമങ്ങളോട് എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. നിങ്ങൾ ആർക്കൈവ് പരിശോധിച്ചാൽ മതി, എല്ലാ അതിനകത്തുണ്ട്. നിരോധിക്കപ്പെടാത്തത് കൊണ്ട് എല്ലാ സംഘടനകളും ശരിയാണ് എന്ന് ഇന്ത്യയിൽ പറയാൻ കഴിയില്ല. അതൊരു പ്രോസസ്സ് മാത്രമാണ് നിരോധിക്കുക, അംഗീകാരം കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അതൊരു റെലവൻ്റ് അല്ല. ഞാനിപ്പോൾ അതിൽ അഭിപ്രായം പറയണില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കത് ഇപ്പോൾ അഭിപ്രായം പറയണില്ല. അതിൽ കേരളത്തിലെ അഭിപ്രായം പറയാതിരിക്കാനുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട്. അതേസമയം VC-മാർ RSS പരിപാടിയിൽ പങ്കെടുത്ത സംഭവത്തിൽ ആദ്യം മാപ്പ് പറയേണ്ടത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണെന്നായിരുന്നു ദേവസ്വം മന്ത്രി K മുരളീധരന്റെ പ്രതികരണം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 4 VC-മാർ RSS പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും K മുരളീധരൻ പറഞ്ഞു. ആദ്യം പ്രതിപക്ഷ നേതാവ് മാപ്പ് പറയണം. അദ്ദേഹത്തിന്റെ കാലത്ത് 4 VC-മാർ പങ്കെടുത്തു. ഇത്തവണ 3 പേരെ പങ്കെടുത്തുള്ളൂ. അതിനെ മുഖ്യമന്ത്രി ശക്തമായി വിമർശിച്ചു. ഒരു മതത്തിന്റെ മാത്രം പേര് പറഞ്ഞ് നടത്തുന്ന സമ്മേളനങ്ങളിൽ എല്ലാ വിഭാഗത്തിനും വിധാനം ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളിലെ VC-മാർ പങ്കെടുക്കാൻ പാടില്ല. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാടിനെ തള്ളിക്കൊണ്ടായിരുന്നു സമസ്ത നേതാവ് മുസ്തഫ മുണ്ടുപാറ പ്രതികരിച്ചത്. മാപ്പ് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ല ഉണ്ടായതെന്നും പരിപാടിയിൽ പങ്കെടുത്ത VC-മാർക്കെതിരെ നടപടി വേണമെന്നും സമസ്ത നേതാവ് പറഞ്ഞു. PM ശ്രീയിൽ സംസ്ഥാന സർക്കാർ നയം വ്യക്തമാക്കണമെന്നും മുസ്തഫ മുണ്ടുപാറ ആവശ്യപ്പെട്ടു. അതൊക്കെ ആദ്യത്തെ സംഭവമാണ്, കേരളത്തിൻ്റെ പ്രഥമ സംഭവമാണ്. അപ്പോൾ അത് സർക്കാർ അതിൽ ഇടപെടുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം മുഖ്യമന്ത്രി തന്നെ ഇന്നലെ അതിനെതിരെ പ്രതികരണം നടത്തിയത് ആശാവഹമാണ്. അതിൽ ശക്തമായൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. മുഖ്യമന്ത്രി പറഞ്ഞത് മാപ്പ് പറയണമെന്നാണ്. അതിൻ്റെ പേരിൽ നടപടി എന്തായാലും ഉണ്ടാകണം. കാരണം സർക്കാരിൻ്റെ VC-മാരുടെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടാകാൻ പാടില്ലാത്തതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്.
മനീഷ്, ഇപ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള ഏറ്റവും സജീവമായ രാഷ്ട്രീയ വിവാദം എന്നത് ഇതായി മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതിനിടയ്ക്കാണ് വി സിമാരുടെ ഈ പരിപാടിയിലുള്ള പങ്കെടുക്കലും ഉണ്ടായിട്ടുള്ളത്. എന്താ സനീഷ്? ഇതിലിപ്പോൾ പക്ഷേ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, RSSൻ്റെ പരിപാടിയിൽ, സർസംഘചാലകർ പങ്കെടുത്ത പരിപാടിയിൽ വി സിമാർ പങ്കെടുക്കാൻ പാടില്ലേ എന്ന ക്വസ്റ്റ്യൻ ഒരു സ്ഥലത്തുണ്ട്. രണ്ടാമത്തേത്, അങ്ങനെ പങ്കെടുത്തതിനെ എതിർത്തതിൽ UDFൻ്റെ മന്ത്രിമാർ വേണ്ട വിധത്തിൽ എതിർത്തോ? ഈ രണ്ട് വിഷയങ്ങളുണ്ട്. അതിനോടുള്ള പ്രതികരണം എന്ന നിലക്കുണ്ട്. ഇപ്പോൾ RSSൻ്റെ പരിപാടിയിൽ വി സിമാർ പങ്കെടുക്കാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉടനടി RSSൻ്റെ പരിപാടിയിൽ വി സിമാർ പങ്കെടുക്കാൻ പാടില്ല എന്ന് നിസ്സംശയം നമുക്ക് മറുപടി ഉണ്ടാകും, അല്ലേ? അതായത് RSS ഒരു രാഷ്ട്രീയ സംഘടനയാണ്. അവർ രാഷ്ട്രീയ സംഘടനയല്ല, ഞങ്ങളൊരു സാംസ്കാരിക സംഘടനയാണെന്ന് പറയുമെങ്കിലും അവർക്ക് തന്നെയും അറിയാം, എല്ലാവർക്കും അറിയാം അതൊരു രാഷ്ട്രീയ സംഘടനയാണ്. അതിപ്പോൾ രാജ്യം ഭരിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ പാർട്ടിയായിട്ടുള്ള BJPയുടെ പിന്നിലത്തെ വലിയൊരു സംഘടനയാണ് RSS, രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്നെല്ലാവർക്കും അറിയാം. അതായത് ബജ്രംഗ് ദൾ തൊട്ട് BJP വരെയും പിന്നെ പലതായിട്ട് ഒരുപാട് സംഘടനകളുടെ ഒരു അംബ്രല്ല ഓർഗനൈസേഷനാണ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, RSS, സംഘപരിവാർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഈ സംഘടന എന്നെല്ലാവർക്കും അറിയാം. ലോകത്ത് തന്നെ ഏറ്റവും വലിയ സംഘടനകളിലൊന്നാണ്. അത് വളരെ സവിശേഷതയാർന്ന സംഘടനയാണ്, ഒക്കെ നമുക്കറിയാം. പക്ഷേ RSS ഒരു രാഷ്ട്രീയ സംഘടനയാണ്. അവർക്കൊരു രാഷ്ട്രീയ നയനിലപാടുകളുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഐഡിയോളജി ഹിന്ദുത്വ എന്നുള്ളതാണ്. നാഷണലിസം, അതായത് ഹിന്ദുത്വ നാഷണലിസമാണ് അവരുടെ ഐഡിയോളജി എന്ന് നമുക്കറിയാം. എന്നാൽ ഈ സംഘടനയുടെ രാഷ്ട്രീയ നയനിലപാടുകൾ ഒട്ടും യോജിക്കാത്ത നിരവധിയായിട്ടുള്ള ആളുകൾ രാജ്യത്തെപ്പാടും തന്നെയുണ്ട്. കേരളത്തിലാണെങ്കിൽ അവരുടെ എണ്ണം വളരെ വളരെ കൂടുതലാണ്. കാരണം കേരളത്തിലെ ജനത ഇതിൽ ഇപ്പോൾ 12% വോട്ടാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയത്. BJPയാണ് RSSൻ്റെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഘടന, രാഷ്ട്രീയ പാർട്ടി, എല്ലാവർക്കും അറിയാം. എന്നാൽ BJPക്ക് വോട്ട് ചെയ്യുന്ന മുഴുവൻ ആളുകളും RSSനോട് സ്നേഹമുള്ള ആൾക്കാരാവണമെന്നില്ല. പക്ഷേ എങ്കിലും നമ്മളൊരു മാർക്കിന് വേണ്ടി എടുത്താൽ 12% RSSൻ്റെ ഐഡിയോളജി ബാക്ക് ചെയ്യുന്ന BJPക്ക് കിട്ടിയ വോട്ട് എന്ന് വെച്ചാൽ ഇവിടുത്തെ 12%. 88% പേര് അതിൻ്റെ ഓപ്പോസിറ്റുള്ള പാർട്ടികൾക്കാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ബഹുഭൂരിപക്ഷം ആളുകളുടെയും മനസ്സിൽ RSSനോട് അനുകൂല നിലപാടല്ല ഉള്ളത്. അവരുടെ ഹിന്ദുത്വ ഐഡിയോളജി അനുകൂല നിലപാടല്ല ഉള്ളത്. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ആയിട്ട് ജീവിക്കുന്ന മനുഷ്യർ RSSനെ അത്ര വലിയൊരു സംഭവമായിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളോടും യോജിപ്പുള്ള ആളുകളായിട്ട് കാണുന്നില്ല. അപ്പോൾ കേരളത്തിൽ ഉറപ്പായിട്ടും നമുക്ക് മനസ്സിലാക്കാവുന്ന RSSൻ്റെ രാഷ്ട്രീയം എന്നുള്ളത് എല്ലാവരാലും സർവ്വസമ്മതമായൊരു കാര്യമല്ല. അപ്പോൾ അവിടേക്ക് ചെന്നിട്ട് നമ്മുടെ സർവകലാശാലകളെ നയിക്കുക എന്ന് വെച്ചാൽ നമ്മുടെ ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ കുട്ടികളെ എന്ന് വെച്ചാൽ ഈ പറയുന്ന 82 ഇവർക്ക് വോട്ട് ചെയ്യുന്ന 12%, അപ്പുറത്തുള്ള 88% അടങ്ങുന്ന എല്ലാ ആളുകളുടെയും വീട്ടുകളിലെ കുട്ടികളെ പഠിപ്പിക്കേണ്ടുന്ന ചുമതലയുള്ള VCമാർ ഇങ്ങനെ ഒരു പ്രത്യക്ഷ രാഷ്ട്രീയം തന്നെയുള്ള, അതിനകത്ത് മതപരമായിട്ടുള്ളൊരു സംഗതി കൂടെയുള്ള, എന്ന് വെച്ചാൽ ഹിന്ദുത്വ എന്ന മതപരവും കൂടെ ആയിട്ടുള്ളൊരു സംഗതിയോട് ചേർന്ന് നിൽക്കുന്ന ഈ സംഘടനയുടെ പരിപാടിക്ക് പോകണമെന്ന് വെച്ചാൽ ഏത് കുട്ടിയും എഴുന്നേറ്റെന്ന് പറയുക പാടില്ല എന്നാണ് പറയുക. ഇപ്പോൾ K. സുരേന്ദ്രൻ പറയും, RSSൻ്റെ നേതാക്കൾ പറയും, RSSൻ്റെ ശാഖയ്ക്ക് വന്ന കുട്ടികൾ പറയും, RSSനോട് അനുഭവവും സ്നേഹമുള്ള ആളുകളെല്ലാം പറയും VCമാർ വന്നത് സന്തോഷകരമാണ്, VCമാർ വന്നത് നന്നായി. പക്ഷേ നിർഭാഗ്യവശാൽ അവരേറ്റവും കൂടിയാൽ 18% പേര് മാത്രമേ ഉള്ളൂ. അവരുടെ ഐഡിയ അല്ല മറ്റുള്ളവർക്കുള്ളത്. അവരെ എതിർക്കുന്ന ഐഡിയക്കാണ് ആളുകൾ വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും RSSകാർക്ക് RSSനെ വളരെ ഒരു വന്ധ്യമായിട്ടുള്ള സംഘടനയായി കാണുന്ന ആളുകൾക്ക് ഇതെല്ലാം വളരെ സന്തോഷം നൽകുമെങ്കിലും വൈസ് ചാൻസലർ സ്ഥാനത്തിരിക്കുമ്പോൾ അവിടെ പോകാൻ പാടില്ല എന്നത് പോകുന്നത് അക്ഷന്തവ്യമായിട്ടുള്ള കുറ്റമാണ്. പോകരുത് എന്നത് കരിങ്കലിൽ എഴുതിയ പോലത്തെ ഒരു വസ്തുതയായിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ മറ്റൊരു കാര്യം കൂടെ നോക്കിയാൽ, നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു, മറ്റൊരു കാര്യം കൂടെ നോക്കിയാൽ നമുക്ക് ഈ സർക്കാരിനെ ലീഡ് ചെയ്യുന്ന ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയാണ്. സർക്കാരിൻ്റെ പരിപാടിയിൽ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള മന്ത്രിമാർ തന്നെ ഉണ്ടാവുക. അവിടെ ഏത് VCമാർക്കും പോകാം, ഏത് അധ്യാപകർക്കും പോകാം, എങ്ങനെയും പോകാം, എന്ത് പരിപാടി നടത്താം. കാരണം സർക്കാർ എന്നത് ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇവരുടെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള RSSനെയും കോൺഗ്രസിനെയൊക്കെ എതിർക്കുന്ന പിണറായി വിജയൻ്റെയും മന്ത്രിമാരല്ലേ ഉണ്ടായിരുന്നത്. അവരുടെ മന്ത്രിമാരായിരിക്കുമ്പോൾ മുഖ്യമന്ത്രി വിളിക്കുന്ന ഒരു സർക്കാരിൻ്റെ പരിപാടിയിൽ VCമാർക്കൊക്കെ ചെല്ലാം. പക്ഷേ CPMൻ്റെ പരിപാടിയിൽ അവർക്ക് ചെല്ലാൻ പാടില്ല, ഈ കോൺഗ്രസിൻ്റെ പരിപാടിയിൽ ഇവർക്ക് ചെല്ലാൻ പാടില്ല. അത് ഇതിനെ വന്ധ്യമായിട്ടുള്ള അകലം വെച്ചുകൊണ്ട്, ഒരു ബഹുമാന്യമായിട്ടുള്ള അകലം വെച്ചുകൊണ്ട് ഈ സംവിധാനങ്ങളെ വേർപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്ത തന്നെയും. RSS വലിയ സംഘടനയാണ്, രാജ്യം ഭരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അഹങ്കാരമുള്ളതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് എല്ലാവരും വരട്ടെ, ഞങ്ങൾക്ക് ഈ പറയുന്ന മാന്യതയൊന്നും പാലിക്കേണ്ട കാര്യമില്ല എന്ന് അവർ തീരുമാനമെടുത്താൽ ചെന്ന് അവരെ വഴക്കിട്ട് തിരുത്താനൊന്നും പറ്റില്ലല്ലോ. അവർ കാണിക്കേണ്ടതൊരു മാന്യതയാണ്. ഇപ്പോൾ RSSൻ്റെ സർസംഘചാലക് പറയുകയാണ്, ഞങ്ങൾ എന്തായാലും രാഷ്ട്രീയമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു സംഘടനയാണല്ലോ, ഇതിനൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണല്ലോ, നിങ്ങൾ ഞങ്ങളുടെ സംഘടനക്കകത്ത് അപ്പുറത്തുള്ള കുട്ടികളെ കൂടെ പഠിപ്പിക്കുന്ന ഒരു വിശാല സംവിധാനത്തിൻ്റെ ഭാഗമായിരിക്കുന്ന VCമാർ ഇങ്ങോട്ട് വരേണ്ട കേട്ടോ, നമുക്ക് നമ്മളുടെ ആശയവിനിമയം നമുക്ക് വേറെ നടത്താമല്ലോ എന്ന്
സർസംഘചാലക സ്ഥാനത്തിരിക്കുന്ന മോഹൻ ഭഗവത് എന്ന നേതാവ് തന്നെയും പറഞ്ഞിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നും. കാരണം അതാണല്ലോ ഒരു മാന്യമായിട്ടുള്ള വന്ധ്യമായിട്ടുള്ള ഒരു സദസ്സിലിരിക്കുമ്പോൾ ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ ചെയ്യേണ്ടുന്നൊരു കാര്യം. ഇതിനെയെല്ലാം വേർപെടുത്തി വെച്ചിരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഈ രാജ്യത്തിനകത്ത് വർക്ക് ചെയ്യാണ്. ഞങ്ങൾ ഇങ്ങനെ മാറിയിരിക്കുന്ന ഒരു സംഘടനയാണ്, ഞങ്ങളെ എതിർക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ കൂടെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ആളുണ്ടല്ലോ. RSSന് എത്രയെത്ര ആളുകളുണ്ട്, IAS മുതൽ എത്ര ആളുകളുണ്ട്, വലിയ സമ്പന്നരായിട്ടുള്ള ആളുകൾ, വലിയ സിനിമാ താരങ്ങൾ, വലിയ പട്ടാളക്കാർ, വലിയ സൂപ്പർ താരങ്ങൾ, അത്ലറ്റിക്സ്, അവരുടെ കൂടെ ഇല്ലാത്ത ആളുകളില്ല. അപ്പോൾ അവരെല്ലാവരും ഉണ്ടല്ലോ. ഇപ്പോൾ ഈ സംവിധാനത്തെ നമ്മൾ ബുദ്ധിമുട്ടിക്കേണ്ടതില്ല എന്ന് അവർ വിചാരിക്കുകയാണ് വേണ്ടത്. അത് വിചാരം ഉണ്ടായിട്ടില്ല എന്നതാണ് അതിലെ ഒരു സങ്കടകരമായിട്ടുള്ള കാര്യം. അത് പാടില്ലായിരുന്നു. ഒരു സർക്കാരുകൾ, ഇവിടെ കോൺഗ്രസ്സുകാരങ്ങനെ ചെയ്യാറില്ല, ഇവിടെ CPM അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ കേരളത്തിൽ 12% മാത്രമുള്ള BJPക്കാർ, BJP ലീഡർ രാജീവ് ചന്ദ്രശേഖർ പോയിട്ട് ഭഗവത്ജി അങ്ങ് ഈ പരിപാടിയിലേക്ക് ഇവരെ വിളിക്കരുത് കേട്ടോ, അത് ഇവിടുത്തെ ഒരു സംവിധാനത്തിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും, നമ്മൾ കാണിക്കുന്നൊരു അമാന്യമായിട്ടുള്ള കാര്യമായിട്ട് എണ്ണപ്പെടും എന്നൊക്കെ പറഞ്ഞത് തിരുത്തിക്കാമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, അത് പറ്റില്ല എന്നവർ പറഞ്ഞു. അവിടെ ഏതായാലും പോയി. VC-മാർക്കാണെങ്കിൽ ആ ഒരു കോമൺ സെൻസ് ഇല്ലാതാവുകയും ചെയ്തു. എന്ത് ചെയ്യാൻ പറ്റും? ആളുകളുടെ രാഷ്ട്രീയമായിട്ടുള്ള അലീജിയൻസ്, അവരുടെ കോമൺ സെൻസിനെ അതിലംഘിക്കുന്ന സംഭവങ്ങൾ മുമ്പും പിമ്പും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിവിടെ എത്തുമ്പോഴേക്കും VC-മാർക്ക് തോന്നുകയാണ് ഞങ്ങൾ മഹാന്മാരാണ്, ഞങ്ങൾ RSSൻ്റെ പരിപാടി പോകും, ഞങ്ങളുടെ പ്രിയങ്കരമായ സംഘടനയാണുള്ളത്, ഞങ്ങൾ പോകും, ഞങ്ങൾക്ക് ഭഗവത്ജിയോട് എത്രമാത്രം വലിയ ആരാധനയുണ്ട്, RSSനോട് എത്രമാത്രം വലിയ അദമ്യമായിട്ടുള്ള ആരാധന ഞങ്ങൾക്കുണ്ട്, അപ്പോൾ ഞങ്ങളവിടെ പോകും എന്ന് അവർ തീരുമാനിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഈ സർക്കാർ, അപ്പോഴാണ് നമ്മൾ രണ്ടാമത്തെ കാര്യമായിട്ടുള്ള ഈ പ്രതികരണത്തിലേക്ക് എത്തുക. ഈ സർക്കാർ വേണ്ട വിധം പ്രതികരിച്ചോ എന്ന് വെച്ചാൽ പ്രതികരിച്ചില്ല. ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തായിരുന്നെങ്കിൽ ഹർഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിവിടെ പോയാൽ അവരുടെ വിദ്യാർത്ഥി സംഘടന ഇപ്പോൾ തെരുവിലുണ്ടാവും അല്ലേ? ശിവപ്രസാദിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കും, സഞ്ജീവിൻ്റെ ശബ്ദം നമ്മൾ കേൾക്കും, ജലബീരങ്കി അവിടെ പൊട്ടി ഇത് ചെയ്യും ആ പരിപാടിയുടെ മുന്നിലില്ലേ, ഉണ്ടാവില്ലേ? അല്ലെങ്കിൽ ഈ കേരളത്തിലെ ആളുകൾ പറയട്ടെ, ഇപ്പോൾ KSUക്കാരുടെ വല്ല ശബ്ദം കേട്ടോ. കേരള സ്റ്റുഡൻസ് യൂണിയൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടന കോൺഗ്രസിനുണ്ട്. കോൺഗ്രസ് 102 സീറ്റോടെ ഭരിക്കുകയാണ്. KSUവിന് വളരെ ചോരത്തിളപ്പുള്ള പ്രവർത്തകരും അണികളുള്ളൊരു കാലമാണിത്. എവിടെ KSUക്കാർ? അവരെന്തെങ്കിലും പറഞ്ഞായിട്ട് കേട്ടില്ല. വളരെ ഒരു ഇളം തന്നൽ പോലെയുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വന്നു. ഇളം തന്നൽ പോലെയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വരേണ്ട കാര്യമാണോ? അവർ ഇപ്പം നമുക്ക് RSSനോട് വിയോജിപ്പുള്ള ആളുകളെല്ലാം കൂടി ചേർന്ന് അവരെ ചെന്ന് ബഹളം ഉണ്ടാക്കണമെന്നൊന്നും അല്ല ഈ പറയുന്നത്. പക്ഷേ ഇവർ പറയുന്നത് ഞങ്ങൾ RSSനെതിരാണ് എന്നാണ്. ഇവർ പറയുന്നത് ഞങ്ങൾ RSSനെതിരാണല്ലോ, ഞങ്ങളുടെ മഹാത്മാഗാന്ധിയെ കൊന്നതുപോലും RSSകാരാണ് എന്ന ആക്ഷേപം ഞങ്ങൾക്കുണ്ടല്ലോ എന്ന് അവർ പറയുമല്ലോ. ഇപ്പോൾ കേസ് നടക്കുകയാണ്, രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള RSS ഇങ്ങനെ ചെയ്തപ്പോൾ വേണ്ട രീതിയിൽ പ്രതികരിച്ചോ എന്ന് അവരോട് കേരളം ചോദിക്കില്ലേ? ഇളം തന്നൽ പോലെ ഒരു പ്രതികരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് വന്നു. മാപ്പ് പറഞ്ഞുകൂടെ കുഞ്ഞുങ്ങളെ എന്ന മറ്റൊരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് വന്നു. 2 മന്ത്രിമാർ, ചെറുപ്പക്കാരായ 2 മന്ത്രിമാർ പിന്നെ മിണ്ടുന്നില്ല. KM ഷാജി എന്നൊക്കെ തീപ്പൊരി എന്ന് വെച്ചാൽ വടക്കേ മലബാറിൽ അറിയപ്പെടുന്നത് KM ഷാജി എന്നാണ്. അപ്പോൾ തീപ്പൊരി എന്ന് എഴുതേണ്ട ഇടത്തിൽ KM ഷാജി എന്നാണ് അവിടെ മുസ്ലിം ലീഗുകാർ എഴുതുക. ആ മട്ടിലുള്ള ആൾ എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്, ഞാൻ മിണ്ടില്ല എന്ന് പറഞ്ഞ് പോയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഇത് MP രാജേഷോ P രാജീവോ ആണെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അവരാണ് മന്ത്രികൾ, അവർ മൈക്കെത്തിയാൽ അവർ പറഞ്ഞിരിക്കും, അവർ ഉറക്കത്തെഴുന്നേൽപ്പി നിർത്തിയാൽ അവർ പറഞ്ഞിരിക്കും RSSൻ്റെ 2 വർത്താനം. RSSന് അതുകൊണ്ട് ക്ഷീണമുണ്ടാവുന്നുള്ള കാര്യമൊക്കെ വേറെയാണ്. പക്ഷേ RSSനോട് അവരോട് ചോദിക്കുകയാണ്, അവരായിരുന്നു മന്ത്രിമാരെങ്കിൽ അവർ 2 വർത്താനം പറയും. ഇവർ ഇളം തന്നൽ, റോജി M ജോണൊക്കെ എന്ന് വെച്ചാൽ കാണാൻ തന്നെ ഇളം തന്നലാണ്. അപ്പോൾ RSSൻ്റെ കാര്യം വന്നപ്പോൾ ഇളം തന്നൽ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി. KM ഷാജി തീപ്പൊരി എന്ന് വെച്ചാൽ അത് ഏത് തീപ്പൊരി, ഇദ്ദേഹം തന്നെയായിരുന്നു ആ തീപ്പൊരി എന്ന് തോന്നുന്ന വിധത്തിലേക്കായി. ഇവർക്ക് ആ തരത്തിലുള്ള കേന്ദ്ര സർക്കാർ, ഇപ്പം എനിക്കിവരോട് കേന്ദ്ര സർക്കാരിനോട് ഇടതുപക്ഷ സർക്കാർ എടുത്ത അതേ തരത്തിലുള്ള കർക്കശമായ നിലപാട് എടുക്കണമോ എന്ന് ചോദിച്ചാൽ, PMCയുടെ കാര്യത്തിൽ ചോദിച്ചാൽ എനിക്ക് ഒരു എതിരഭിപ്രായമുണ്ട്. ഇപ്പം തന്നെ ഈ സമയത്ത് തന്നെ കയറിയിട്ട് കേന്ദ്ര സർക്കാരിനോട് മുട്ടാനൊന്നും പോകണ്ട. അതൊരു സർക്കാർ സംവിധാനമാണ്, ഇതൊരു സംസ്ഥാന സർക്കാരാണ്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പരസ്പരം പോകാൻ പറ്റുകയാണെങ്കിൽ സംസ്ഥാനത്തിനും നാട്ടുകാർക്കൊക്കെ അതാണ് നല്ലത്. പക്ഷേ രാഷ്ട്രീയമായിട്ട് നിങ്ങളൊരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ വർത്തമാനം നിങ്ങളോട് ചെന്ന് തല്ലാണെന്നല്ലോ വർഷം പറയുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും മുദ്രാവാക്യം വിളിക്കാനെന്നല്ലോ പറയുന്നത്. അവർ രാഷ്ട്രീയമായിട്ട് നിങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിന്ന് വർത്തമാനം പറയണ്ടേ? ആ പറച്ചിൽ ഇവിടെ ഉണ്ടായിട്ടില്ല. VC-മാരോട് മാപ്പ് പറയാൻ പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രി. എന്നോട് എന്തിനാണ് ചോദിക്കുന്നത്, ഞാൻ ഇന്നലെ പറഞ്ഞില്ലെന്ന് റോജി M ജോൺ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. എന്നോട് ഇങ്ങനെ ഇടക്കിടക്കൊന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ലോ എന്ന് KM ഷാജി അദ്ദേഹത്തിൻ്റെ തീപ്പൊരി ശബ്ദത്തിൽ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഇത് ആകെപ്പാടെ കുറച്ച് പരിഹാസ്യമായിട്ടുള്ള കാര്യമല്ലേ എന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് ഇവരാരിങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ സുരേന്ദ്രൻ്റെ ബൈറ്റുള്ള കമൻറ്റ് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് നേരെ കണ്ടത്. എന്തുകൊണ്ടായിരിക്കും കോൺഗ്രസ്സുകാർ CPM-കാരെ പോലെ ശക്തമായിട്ട് പ്രതികരിക്കാത്തത് എന്ന് ആലോചിച്ചപ്പോഴാണ് ഞാൻ മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് താഴെ സുരേന്ദ്രൻ്റെ കമൻറ്റ് കണ്ടത്. നിങ്ങൾ പിന്നെ VC-മാരെ അവിടെ ചെന്ന VC-മാരെ RSSൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത VC-മാരെ നിങ്ങൾ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ മാപ്പ് പറയണം. കാരണം നിങ്ങൾ RSSൻ്റെ പരിപാടിയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് സുരേന്ദ്രൻ
പുലിമടയിലേക്ക് കയറി ചെന്നിട്ട് ഒരു കമന്റ് ഇട്ട് കളഞ്ഞു. അതായത് സാധാരണ ഇതിൽ അങ്ങനെ ഉണ്ടാവാറില്ലല്ലോ. ഒരു വലിയ നേതാവ് പോസ്റ്റ് ഇട്ടാൽ അവിടെ മറ്റൊരു വലിയ നേതാവ് വന്നിട്ട് കമന്റ് എഴുതുക എന്നുള്ളത് നമ്മൾ കേട്ടിട്ടേ ഇല്ലല്ലോ. സുരേന്ദ്രൻ ധൈര്യപൂർവ്വം ചെന്ന് ആ പുലിമടയിൽ ചെന്നിട്ട് കമന്റ് ഇട്ടിരിക്കുകയാണ്. എന്താണ് അപ്പോൾ പിന്നെ മിണ്ടാൻ പറ്റുന്നില്ലല്ലോ, മിണ്ടാൻ പറ്റാത്ത സാഹചര്യമായി. അപ്പോൾ RSSനോട് നിങ്ങൾക്ക് സൗമ്യ മനോഭാവം ഉണ്ടെങ്കിൽ അത് നാട്ടുകാരോട് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ RSSും രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട വലിയ സംഘടനയല്ലേ. RSS രാജ്യത്തെ സർക്കാരിനെ ബാക്ക് ചെയ്യുന്ന ഒരു സംഘടനയല്ലേ. അപ്പോൾ RSSനോട് ഒരു സൗമ്യ മനോഭാവം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ. അത് ഇടതുപക്ഷ പോലെയല്ല ഞങ്ങൾ. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ വഴക്കണമല്ല എന്ന് പറഞ്ഞാൽ RSSനോട് ഞങ്ങൾക്കൊരു സൗമ്യതയുണ്ട് എന്ന് പുറത്ത് പരസ്യമായിട്ട് പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല എന്നവർ മനസ്സിലാക്കണം. അല്ല, രാഷ്ട്രീയമായിട്ട് എതിർപ്പുണ്ടെങ്കിൽ അത് KSUക്കാർ തൊട്ട് മുതിർന്ന കോൺഗ്രസ്സുകാർ വരെയുള്ള ശബ്ദത്തിൽ അത് കാണണം എന്നാണ് രാഷ്ട്രീയത്തെ സാഹൂതം ശ്രദ്ധിക്കുന്ന ആളുകൾ പിന്നെ വിചാരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹർഷാൽ, അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും എനിക്ക് ആ കാര്യത്തിൽ അതൊക്കെ തന്നെയാണ് കൂടുതൽ പറയാനില്ല. അതൊക്കെ തന്നെയാണുള്ളത്. അതിൽ ഒരു കാര്യം, ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും വളരെ ലളിതമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ തമിഴ്നാട്ടിലും കേരളത്തിലും ഒഴികെ ബാക്കി എല്ലായിടത്തും ഇതെന്താണ് ഒരു വൈസ് ചാൻസലർ RSSൻ്റെ മേധാവിയുടെ പരിപാടിയിൽ പങ്കെടുത്തത് വലിയ വാർത്തയാവുന്നത് എന്നുള്ള സംശയമായിരിക്കും അവിടെ ഉണ്ടാവുക. കാരണം ഇതൊരു സ്വാഭാവികമായ സംഗതി പോലെയായി മാറിക്കഴിഞ്ഞു. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇപ്പോൾ മധ്യപ്രദേശിൽ 32 സ്വകാര്യ സർവകലാശാലകളുടെ VCമാരെയാണ് യോഗ്യതയില്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടത്. അപ്പോൾ ആ രീതിയിലാണ് വൈസ് ചാൻസലർ എന്നൊക്കെയുള്ളത് നമ്മൾ പണ്ട് കണ്ടുകൊണ്ടിരുന്ന ആ ഒരവസ്ഥയിൽ നിന്ന് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തിത്വം, ഏറ്റവും ബഹുമാന്യനായ ഒരു വ്യക്തി, അല്ലെങ്കിൽ ആ ബഹുമാന്യരായ ചില വ്യക്തികൾ എന്ന നിലയ്ക്കാണല്ലോ VCമാരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ആ അവസ്ഥയൊക്കെ പോയി. VCമാർ ഈ പറഞ്ഞതുപോലെ പരസ്യമായ രാഷ്ട്രീയ കളിക്ക് ഇറങ്ങുന്ന ആളുകളായി മാറിയിരിക്കുന്നു. ശമ്പളം കൂടുതൽ കിട്ടുന്ന ഒരു മാഷ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്ത് അത് മാത്രമല്ല, അവർ രാഷ്ട്രീയ കളിക്ക് ഇറങ്ങുക മാത്രമല്ല, ഈ യുക്തിഭദ്രമായി കാര്യങ്ങളെ ചിന്തിക്കാനോ സയൻറ്റിഫിക് ടെമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ അവതരിപ്പിക്കാനോ ശാസ്ത്രീയമായ ചിന്ത ഈ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുകയോ ചെയ്യാത്ത ഒരു കൂട്ടമായി മാറിയിട്ടുണ്ട്. ധാരാളം ഉദാഹരണങ്ങൾ നമ്മളിപ്പോൾ അന്വേഷിച്ച് എടുത്താൽ കാണാൻ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണമായി നമ്മളിപ്പോൾ എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്ര യൂണിവേഴ്സിറ്റിയിലാണ് VC ഡോക്ടർ G നാഗേശ്വര റാവു പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഈ സ്റ്റെം സെൽ ഇതുണ്ടല്ലോ, ടെസ്റ്റ് ട്യൂബ് ബേബി ടെക്നോളജി, അത് ഇന്ത്യയിലാണ് ആദ്യം നടന്നത്. അതിന് ഉദാഹരണം എന്ന് പറയുന്നത് മഹാഭാരതത്തിൽ 100 കൗരവർ ഒരു അമ്മയിൽ നിന്ന് ജനിച്ചതാണ് എന്നാണ്. വിഷ്ണുവിൻ്റെ ചക്രം, അതാണ്, ഞാനത് മുഴുവൻ പറയുന്നൊന്നുമില്ല, ഗൈഡഡ് മിസൈലാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്ന കാര്യം. ഇത്തരത്തിലുള്ള ഈ സ്യൂഡോ സയൻസ് പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗമായി ഈ വൈസ് ചാൻസലർമാർ തന്നെ മാറിയിരിക്കുന്നു. ഇതൊക്കെ വൈസ് ചാൻസലർമാർ പറയുന്നതാണ്. ഓരോ സർവകലാശാലകളിൽ ഇപ്പോൾ ഒഡീസയിലാണെന്ന് തോന്നുന്നു പശുവിൻ്റെ മൂത്രത്തിൽ നിന്ന് സ്വർണം കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഗവേഷണം നടത്തുന്നു. അതുപോലെ ഈ ജ്യോതിഷം എന്നുള്ളത് ഒരു ശാസ്ത്രശാഖയായി തന്നെ മാറ്റി അവതരിപ്പിക്കുന്നു. ഇതൊക്കെ RSS ചെയ്യുന്നു എന്നുള്ളതിനകത്ത് കൂടെ ഒരു കൗതുകമുണ്ട്. കാരണം RSSൻ്റെ സ്ഥാപകരുടെ ചിന്തയിൽ അവർ ഇതൊക്കെ പ്രയോജനപ്പെടുത്തണം എന്നാലോചിച്ചിട്ടുണ്ടെങ്കിലും അവരാരും ഈ വിശ്വാസത്തെ പിൻപറ്റിയിട്ടിരുന്നില്ല പലരും. ഇപ്പോൾ സവർക്കർ അടക്കം എന്നുള്ളത് ചരിത്ര വസ്തുതയായി നമുക്ക് മുന്നിൽ നിൽക്കുകയും ചെയ്യുകയാണ്. ഇതിനെ പ്രയോജനപ്പെടുത്താമെന്ന് അവർക്ക് അറിയാമായിരുന്നു. പക്ഷേ അവർ ഈ തട്ടിപ്പിൻ്റെ പരിപാടിക്ക് പുറകെ പോയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം വ്യക്തിപരമായിട്ട്. അപ്പോൾ അതെങ്കിലും തിരിച്ചറിയണമല്ലോ. പക്ഷേ അതുപോലും തിരിച്ചറിയാതെ, അപ്പോൾ അതൊക്കെ തിരിച്ചറിയുന്ന ഒരു വൈസ് ചാൻസലർ എന്താ ചെയ്യേണ്ടത്? അയാളുടെ രാഷ്ട്രീയ ബോധ്യമൊക്കെ RSSനോ BJPക്കോ സംഘപരിവാറിനോ ഒക്കെ ആണെങ്കിൽ കൂടി, പക്ഷേ ഇതൊരു രാഷ്ട്രീയ പരിപാടിയാണല്ലോ, അവിടെ ഞാൻ പോയിരിക്കരുത് എന്നുള്ള ബോധ്യത്തിലെത്തുകയല്ലേ വേണ്ടത്. പക്ഷേ അങ്ങനെയല്ല. അവിടെ പോയി ചമ്രം പടഞ്ഞിരിക്കാൻ ഒരു മടിയുമില്ല ഇവർക്ക് ആർക്കും എന്നുള്ളത്. നേരത്തെയും ഈ ശിക്ഷാ സംസ്കൃതി ഉദ്ധാൻ്റെ പരിപാടിക്ക് ഇവിടുത്തെ വൈസ് ചാൻസലർമാർ പോയിട്ടുണ്ട്, വാസ്തവമാണത്. RSS മേധാവിയുടെ അല്ല, ഈ പരിപാടിക്ക് പോയിട്ടുണ്ട്. നമ്മൾ ആ സമയത്ത് വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്, ആളുകളെല്ലാം അതിനെ വിമർശിച്ചിട്ടുണ്ട്. അന്നത്തെ സർക്കാരും അതിനെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുള്ളതൊക്കെ യാഥാർത്ഥ്യമാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഈ ഒരു സംഭവം മാത്രമായിട്ടല്ല നടക്കുന്നത്. ഇവിടെ ഗവർണർ വളരെ സൂക്ഷ്മമായി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഇടപെടലിന് വേണ്ടിയിട്ട് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഗവർണറും സർക്കാരും തമ്മിലുള്ള തർക്കത്തിൽ ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതി ഇടപെട്ടിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഞങ്ങൾ ഈ പ്രശ്നം പരിഹരിച്ചോളാമെന്ന് പറയുന്ന ഘട്ടത്തിലാണ് പിന്നീട് ഒരു ഒത്തുതീർപ്പൊക്കെ ഉണ്ടായി. കഴിഞ്ഞ തവണ ഈ VCമാരെ നിയമിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് സനീഷ് ഓർക്കുന്നുണ്ടാകും. അതിനകത്ത് ടെക്നിക്കൽ സർവകലാശാലയുടെ VCയെ മുഖ്യമന്ത്രിയുടെ താല്പര്യപ്രകാരം നിയമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തുനിന്ന് ഈ പറഞ്ഞ കേരള സർവകലാശാലയുടെ VCയെയും സംസ്കൃത സർവകലാശാലയുടെ VCയെയും ഒക്കെ ഗവർണറുടെ ലിസ്റ്റിൽ നിന്ന് വരുന്നു. ഇങ്ങനെയൊക്കെ തൽക്കാലം തട്ടിയൊപ്പിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. തമിഴ്നാട്ടിൽ ഇപ്പോഴും എത്രയോ യൂണിവേഴ്സിറ്റികൾക്ക് VC ഉണ്ടോ എന്ന് സംശയമാണ്, ഇപ്പോഴും ഇല്ല. അതാണ് അവിടുത്തെ അവസ്ഥ. അതായത് ഈ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ നശിപ്പിക്കാൻ എന്തിനു ശ്രമിക്കണം എന്നുള്ളതാണല്ലോ. അത് നശിപ്പിക്കാം. ഇപ്പോൾ
ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് ഇതിനോടൊരു പ്രതിരോധ സ്വഭാവമുണ്ടെങ്കിൽ യൂണിയൻ ആണല്ലോ, യൂണിയൻ ഗവൺമെൻറ്റാണ്, അല്ലാതെ കേന്ദ്ര സർക്കാർ അല്ല, യൂണിയൻ ഗവൺമെൻറ് ആണെന്ന് തിരിച്ചറിഞ്ഞ് ഈ യൂണിയനുകളുടെ എല്ലാം താല്പര്യങ്ങൾ സംരക്ഷിച്ച് അങ്ങനെ മുന്നോട്ട് പോകണം. ചില ഈ യൂണിയനുകൾക്ക് താല്പര്യമില്ലെങ്കിൽ ആ യൂണിയനുകളുടെ താല്പര്യം അനുസരിച്ച് തന്നെ വേണം പോകാൻ. ആ കാര്യത്തിൽ ഈ കടുംപിടുത്തം കാണിക്കുകയും പിടിച്ചടക്കൽ സ്വഭാവം കാണിക്കുകയും ഈ അമിതാധികാര പ്രവണത കാണിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ കുഴപ്പമാവുക. അതിന് ഈ വി സിമാർ കൂട്ടുനിൽക്കുന്നു. അവരുടെ ഈ ചട്ടുകങ്ങളായുള്ളവർ മാത്രമാണ് വി സിമാർ. ഇവരോട് ഒരു ബഹുമാനവും നമുക്ക് സമൂഹത്തിൽ തോന്നേണ്ട കാര്യമില്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ചട്ടുകങ്ങളായാലും അവരോട് ആ മട്ടിലൊരു ബഹുമാനം തോന്നേണ്ട സാഹചര്യം തൽക്കാലം നമുക്കില്ല. അത് ഈ വി സിമാരുടെ കാര്യത്തിലും ഒരു സംശയമില്ല. പക്ഷേ അതിനോട് ഒപ്പം ചേർത്ത് പറയാനുള്ള ഒറ്റ കാര്യം, ഇത് ഈ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് ഗവർണർ 19 സെനറ്റ് അംഗങ്ങളെയാണ് എം ജി സർവകലാശാലയിൽ നിയോഗിച്ചത്. എം ജി സർവകലാശാലയിലേക്കുള്ള വൈസ് ചാൻസലറെ RSSനുള്ളിൽ നിന്ന് തന്നെ കണ്ടെത്തിക്കൊണ്ടുവന്ന് സ്ഥാപിച്ചതും ഇതിനിടയ്ക്ക് സംഭവിച്ചതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കരുതലോടെ സർക്കാർ പ്രതികരിക്കേണ്ടതുണ്ട്. KM ഷാജി പ്രതികരിക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് സുരേഷ് ഗോപിയാണ്. കാരണം സുരേഷ് ഗോപിയാണ് പറയുന്നത്, ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്നോട് ഈ വിഷയം ചോദിക്കണം, അവിടെ നിൽക്കുമ്പോൾ ആ വിഷയം ചോദിക്കണം എന്ന് പറയാറുണ്ടല്ലോ. അത് തന്നെയാണ് KM ഷാജി പറയുന്നത് കേട്ടത്. ഞാനിപ്പോൾ ഈ വിഷയമല്ല പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് ഞാൻ പിന്നെ പറയാവുന്നത്. അല്ലെങ്കിൽ KM ഷാജിക്ക് ഏതെങ്കിലും സമയവും കാലവും നോക്കിയിട്ടാണോ KM ഷാജി പ്രതികരിച്ചുകൊണ്ടിരുന്നത്? നേരവും കാലം നോക്കി പ്രതികരിച്ച ആളാണോ? ആ മട്ടിൽ സനീഷ് പറഞ്ഞ പോലെ തീപ്പൊരി അല്ല, തീഗോളമായിരുന്ന ആളാണ് KM ഷാജി. ഇത് മറ്റേ ഗവർണർ ഒരു പനിനീര് തെളിച്ച് കെടുത്തിയ പോലെ ഷാജിക്കാണ് നമുക്ക് നഷ്ടമായി തോന്നുന്നു. ഒരു കാരണവശാലും മന്ത്രിയാവരുതായിരുന്നു, അദ്ദേഹം ശക്തമായി പ്രതികരിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യ ഒട്ടാകെയുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ലക്ഷ്യം വെച്ച് സംഘപരിവാർ നടത്തുന്ന ഇടപെടലുകൾ വലിയ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. വൈസ് ചാൻസലർമാരുടെ നിയമനത്തിലും സർവകലാശാലാ ഭരണത്തിലും ഗവർണർമാർ അമിതാധികാര പ്രയോഗം നടത്തുന്നു എന്നതും നിരന്തരം ഉയർന്നു വരുന്ന ആരോപണമാണ്. അവസാനം MG സർവകലാശാലയിലെ VC നിയമനം തന്നെ ഇതിന് ഉദാഹരണമായി കാണിക്കാം. പക്ഷേ RSS പരിപാടിയിൽ പങ്കെടുത്ത VC മാർക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശിക്കാൻ മുഖ്യമന്ത്രിയോ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയോ തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയം തന്നെയാണ്. മനോരമ എന്ന് പറഞ്ഞത് അതിശക്തമായി സർക്കാർ ആക്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ വല്ലാതെ പരതി നോക്കിയിട്ടും അത് എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഭരണാനുകൂല വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ KSUO MSFO തയ്യാറായിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ശക്തമായ അവരുടെ ഒരു സാന്നിധ്യം ഈ വിഷയത്തിൽ പ്രതികരണവുമായി നമ്മൾ കാണുന്നില്ല. ഗവർണർ രാജേന്ദ്ര ആർലേക്കറും സർവകലാശാല VCമാരും പുതിയ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുമെന്ന് ഏറെക്കുറെ വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട്. സർവകലാശാലകൾ സ്വതന്ത്രമായ ചിന്തകളുടെയും വിയോജിപ്പുകളുടെയും ഇടങ്ങളാകണമെന്ന ജനാധിപത്യ സങ്കല്പത്തിന് മേൽ ഇത്തരം ഇടപെടലുകൾ കരിനിഴൽ വീഴ്ത്തും എന്ന് മാത്രം പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കും.